ഇനി ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അതിനെക്കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മ ബലഹേതുർഭു മാതേ സങ്കോസ്ത കർമ്മണി. ഗീതയിൽ പറയണം ഭഗവാൻ കർമ്മണ്യവാധികാരസ്ഥേ പറഞ്ഞ കർമ്മം ചെയ്യാനാണ് നിനക്ക് അധികാരം. മാ ഫലേഷു കഥാചന, കർമ്മബലത്തിൽ ഒരിക്കലും ആഗ്രഹം വയ്ക്കരുത്. മാ കർമ്മ ബലഹേതുർഭു, കർമ്മബലത്തിന് ഹേതുഭൂതനായി ഭവിക്കരുത്. മാതീയ സങ്കോസ്ത കർമ്മം, കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥയിൽ നമ്മൾ പ്രാപിക്കരുത്. കർമ്മം ചെയ്യാനാണ് നിനക്ക് അധികാരം, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മഫലത്തിൽ ആഗ്രഹിക്കരുത് പറയാൻ കാരണം ചെയ്ത ജോലിക്ക് ശമ്പളം വാങ്ങിക്കേണ്ടെന്നോ കൂലി വാങ്ങിക്കേണ്ടെന്നുള്ളതല്ല. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യരുത്. ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, മാനം ഉണ്ടാവും, അവമാനം ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും അല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ലാഭമില്ല, നഷ്ടമില്ല. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർദ്ധിച്ച മാനസിക സംഘർഷത്തിന് ഇടയാവും. ഇന്ന് കണ്ടില്ലേ, കൂണ് പോലെ കൗൺസിലിംഗ് സെന്ററുകൾ കുമിഞ്ഞുകൂടുക ഇല്ലേ? വർദ്ധിച്ച മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആൾക്കാർ ഈ കർമ്മങ്ങൾ കാരണം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും പറയാൻ, നമ്മുടെ ആയുസിൽ ഒരു 10-20 പോലെ നമുക്ക് നഷ്ടപ്പെടും. അല്പ ആയുസായി ഭവിക്കും. നിങ്ങൾ പേപ്പറിലൊക്കെ കാണില്ലേ, യൂട്യൂബിലൊക്കെ കാണില്ലേ, 50 വയസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അതേപോലെ സംഭവം. കർമ്മത്തിൽ ഫോക്കസ് ചെയ്യരുത്. കർമ്മം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നടക്കും. അതിന് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് പറയാൻ കാരണം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ശ്രേയാൻ സ്വധർമ്മോ വിഘ്ന പരധർമാസ്വനുഷ്ഠിത സ്വധർമ്മേ നിതരം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ വിഘ്ന, ഗുണം കുറവാണെങ്കിൽ കൂടെ നമ്മുടെ കർമ്മം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആരൻ്റെ പല്ലിനേക്കാൾ അവനെൻ്റെ തൊണ്ണാണ് നല്ലതെന്ന് നാട്ടുപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട്. വേറൊരാളുടെ പല്ലിനേക്കാൾ നമ്മളുടെ തൊണ്ണു ആണത്ര ഏറ്റവും നല്ലത്. നാട്ടുപുറങ്ങളിലൊക്കെ പറയാറുണ്ട്. ശരിയാണത്. വേറൊരാളുടെ കർമ്മം നല്ലതാണ് വേണ്ട അത് പോയി നമ്മൾ പോയി ചെയ്തു കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ റിസ്കുകൾ നമുക്ക് വരും. പല പ്രശ്നങ്ങളുടെ വഴി അതിൻ്റെ ആവശ്യമില്ല. ഗുണം കുറവാണെങ്കിൽ കൂടെ നമ്മളുടെ കർമ്മം തന്നെയാണ് നമുക്ക് ശ്രേഷ്ഠം. ശ്രേയാൻ സ്വധർമ്മോ, ഭഗവാൻ പറയുന്നതാണിത്. സ്വധർമ്മോ വിഘ്ന പരധർമ്മോ സൃഷ്ടിത സ്വധർമ്മേ നിതരം ശ്രേയ പരധർമ്മോ ഭയാവഹ. നമ്മളുടെ കർമ്മം ഏറ്റവും ശ്രേഷ്ഠം, ഗുണം കുറവാണെങ്കിൽ കൂടെ. മറ്റുള്ളവരുടെ കർമ്മങ്ങൾ നമുക്ക് ഭയം ഉണ്ടാക്കുന്നതാണ്. അത് ഒരിക്കലും ചെയ്തു കൊടുക്കാൻ നിൽക്കരുത് നമ്മൾ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, യദ്യദാചരതി ശ്രേഷ്ഠ തത്തത് ദേവേ തരോജിന സായത് പ്രമാണം കുരുതേ ലോകസ്തന് വർത്തതി. മാതൃകാപരമായി നമ്മുടെ കർമ്മം ആകർഷിക്കണം. നമ്മുടെ മക്കളും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും അത് തന്നെയാണ് പിന്തുടരുക. നമ്മൾ എല്ലാവർക്കും മാതൃകയായി മാറും. വീട്ടിൽ ആദ്യം മാതൃകയാണ്, സമൂഹത്തിന് മാതൃകയാണ്. മാതൃകാപരമല്ലാത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യരുത്. ശ്രേഷ്ഠമായ കർമ്മമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മളെ തന്നെയാണ് നമ്മുടെ മക്കളും ഫോളോ ചെയ്യുക, നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹവും ഫോളോ ചെയ്യുക. അവർക്ക് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കണം. പിന്നെ സഹജം കർമ്മ കൗന്ദേയ സദോഷം അഭിജ്ഞത്തെ ചെയ്ത് സർവാരംഭിക ദോഷേണ ധൂമേന അഗ്നിര്യാവൃത. അതായത് നമ്മളുടെ കർമ്മങ്ങൾ, ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ട്, അതുകൊണ്ട് ഞാൻ അത് നിർത്തി, ഇനി ചെയ്യില്ല. ഭഗവാൻ അത് പറയുന്നത് അതൊന്നും ചെയ്യരുതെന്നാണ്. ദോഷം ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ കർമ്മത്തോടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എല്ലാ കർമ്മങ്ങളിലും എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാവും. എല്ലാവരും ദോശയിൽ ഓട്ടയുണ്ട് പറയില്ലേ? നമ്മളെ ദോശയിൽ മാത്രമല്ല ഓട്ട, എല്ലാവരും ദോശയിൽ ഓട്ടയുണ്ട്. എല്ലാ കർമ്മങ്ങളിലും ദോഷങ്ങളുണ്ട്. അഗ്നിയിൽ പുകയെന്ന പോലെ നമുക്ക് തോന്നുന്നു ഇക്കരെ നോക്കുമ്പോൾ അക്കരെ പച്ച പറയും. എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. അതിൽ പോയി നോക്കുമ്പോഴേ അറിയുള്ളൂ. വെളിയിൽ നോക്കുമ്പോൾ
ഗംഭീരമായി തോന്നും. ഇല്ലേ? ഇപ്പൊ അതിനാണെങ്കിൽ കോടി സ്വത്തുള്ള ആൾക്കാരൊക്കെ വലിയ പൈസക്കാരെന്താ ആത്മഹത്യ ചെയ്യുന്നത്? റിസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ആണോ? ഇല്ലേ? എല്ലാ കർമ്മങ്ങളിലും ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടിത്തറ കെട്ടിപ്പടുക്കാൻ, നമ്മുടെ സാമ്പത്തികമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം, മറ്റുള്ളവർക്ക് ആശ്രയമാവണം, മറ്റുള്ളവർ നമുക്ക് ആശ്രയമാവേണ്ട സ്ഥിതി വരുത്തരുത്. അതിനുവേണ്ടി നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സാമ്പത്തികമായ അടിത്തറ ശക്തപ്പെടുത്തണം. കൂട്ടുപലിശ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത്, കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റുകൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നടപ്പിലാക്കി നമ്മുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കണം. അതിനുവേണ്ടി നമ്മൾ കർമ്മം ചെയ്യുന്നു. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന വലിയ വീടോ വലിയ കാറൊന്നുമല്ല. നമ്മൾ അടിത്തറ, സാമ്പത്തികമായ അടിത്തറ ശക്തമാക്കണം. അതിന് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ജീവിതത്തിൽ നടപ്പിലാക്കണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് അലോട്ട്.